സെർബിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ മറീന എന്നൊരു പെൺകുട്ടി ജനിച്ചു. ചെറുപ്പം മുതൽ മറീനയ്ക്ക് ലോകത്തെക്കുറിച്ചും അതിലെ മനുഷ്യരെക്കുറിച്ചും അറിയാനായി അതിയായ താല്പര്യമായിരുന്നു. അവൾ ചിന്തിക്കാൻ ഇഷ്ടപ്പെട്ടു, ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെട്ടു. ജനങ്ങളുടെ വ്യത്യസ്തമായ സ്വഭാവങ്ങളെക്കുറിച്ച് മറീന പഠിക്കാൻ ശ്രമിച്ചു. കലയിലൂടെയാണ് അവൾ തൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം മറീനയുടെ കലയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. അവൾ തൻ്റെ ശരീരത്തെ തന്നെ കലാസൃഷ്ടിയാക്കി മാറ്റി. അവൾ തൻ്റെ ശരീരത്തിലൂടെ തൻ്റെ അനുഭവങ്ങളെ പങ്കുവച്ചു, വേദനയെയും സന്തോഷത്തെയും പ്രകടിപ്പിച്ചു. അവളുടെ കലാപ്രകടനങ്ങൾ പലപ്പോഴും ആളുകളെ അമ്പരിച്ചുകൊണ്ടേയിരുന്നു, ചിലപ്പോൾ അവരെ അസ്വസ്ഥരാക്കുകയും ചെയ്തു. എന്നാൽ മറീനയ്ക്ക് അത് ഒരു പ്രശ്നമായിരുന്നില്ല. കാരണം അവളുടെ ലക്ഷ്യം ആളുകളെ ചിന്തിപ്പിക്കുകയും അവരുടെ ഉള്ളിലെ വികാരങ്ങളെ ഉണർത്തുകയുമായിരുന്നു. ജനങ്ങളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മറീന കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് 6 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് അവളുടെ ശരീരത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനായി ഒരു അനുവാദം നൽകുന്നു. ഇതിനായി ഒരു ടേബിളിൽ 72ഓളം വസ്തുക്കൾ വെക്കുകയാണ്. നിയമവ്യവസ്ഥയും നീതിയും ഒന്നും ഇല്ലെങ്കിൽ ജനങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനാണ് ഈ ഒരു പരീക്ഷണം. ഈ ഒരു ടേബിളിൽ ലോഡർ ഗണ്ണും അതുപോലെ ഷേവിംഗ് ബ്ലേഡുകളും കത്തികളും എല്ലാം ഉണ്ടായിരുന്നു, കണ്ണാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. റിതം 0 എന്നായിരുന്നു ഈ കലാരൂപത്തിനെ അവൾ വിളിച്ചത്. ഏറ്റവും ആദ്യം ഒരു കൺഫ്യൂഷനോട് കൂടി ഈ ഒരു സംഭവത്തെ നോക്കിക്കണ്ട അവിടെയുള്ള ആളുകൾ പിന്നീട് മനുഷ്യ മനസാക്ഷിയെ തളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. നിയമവ്യവസ്ഥയും ഒന്നുമില്ലെങ്കിൽ ജനങ്ങൾ എത്രമാത്രം ക്രൂരന്മാരാകും എന്നതിനുള്ള തെളിവാണ് ഈ ഒരു സംഭവം. ആളുകൾ ആദ്യം മറീനയെ തൊട്ട് അവളുടെ വസ്ത്രങ്ങൾ നീക്കം ചെയ്തു. പലർക്കും അവളെ ചുംബിക്കാനും ആലിംഗനം ചെയ്യാനും തോന്നി. ഇവിടെ ആളുകളുടെ പെരുമാറ്റവും വ്യത്യസ്തമായിരുന്നു. ചിലർ സൗമ്യമായി പെരുമാറിയപ്പോൾ ചിലരുടെ ഉള്ളിലുള്ള രാക്ഷസ സ്വഭാവം പുറത്തു വന്നു. അവർ അക്രമാസക്തരായി. അതിനുശേഷം അവരിൽ ചിലർ ബ്ലേഡ് കൊണ്ടും കത്തികൾ കൊണ്ടുമൊക്കെ അവളുടെ ശരീരത്തിൽ പാടുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അവസാനം ഒരു വ്യക്തി ഷേവിംഗ് ബ്ലേഡ് എടുത്തുകൊണ്ട് മറീനയുടെ കഴുത്തിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ കഴുത്തിലേക്ക് നീക്കി. ആ സമയത്താണ് മറ്റുള്ളവർ ഇടപെട്ട് അവരെ തടഞ്ഞത്. നിയമവ്യവസ്ഥയും ഒന്നുമില്ലെങ്കിൽ മനുഷ്യർ ഒരു പക്ഷേ അക്രമാസക്തരായി ജീവിക്കുക എന്നുള്ള തെളിവുകളാണ് ഇതൊക്കെ. എന്തായാലും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.